സ്വാഗതം. സായന്ന ടാരോ കാർഡുകളിലേക്ക് ഹാർദമായി സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് യൂണിക്കൺസും അതേപോലെ ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സും തരുന്നതാണ് ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് കറൻറ്റ് എനർജിയാണ്. ഈ എനർജിയിൽ നമുക്ക് എന്ത് മെസ്സേജാണ് ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സ് തരുന്നതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് എന്ത് മെസ്സേജാണ് യൂണിക്കൺസ് തരുന്നതാണ് ചോദിക്കുന്നത്. ശരിക്കും 3 കാർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് താങ്കളുടെ ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്? നമുക്ക് 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. സോഡ് എന്ന് പറയുന്നത് ചിന്തയുടെ കാർഡാണ്. 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ചിന്ത സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്. അതായത് ഒരു കടുത്ത വേദനയ്ക്ക് ശേഷം നമ്മളതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നൊരു കാർഡാണ്. നിങ്ങൾക്കിവിടെ ഒരു ഹൃദയം കാണാം, ഒരു വ്യക്തി കൂട്ടിനുള്ളിൽ കിടക്കുന്നത് കാണാം. അതായത് ഈ കാർഡ് വരുമ്പോൾ പൊതുവേ എന്ന് പറയുന്നത് നമുക്ക് മുൻകാലങ്ങളിൽ ഒരു തിരിച്ചടി ഏറ്റു, അതിൽ നമ്മൾ ഹീലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ്. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഒന്നും ചിന്തിക്കാൻ, നമ്മളെ ചിന്ത സ്റ്റക്കായി നിൽക്കുന്നു. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം, പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ആ ഒരു എനർജിയിലാണ് താങ്കളുടെ ഇന്നത്തെ എനർജി എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. താങ്കളോട് ഏഞ്ചൽസും ആൻസസ്റ്റേഴ്സും എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ട്രാവലർ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. എന്താണ് ഈ കാർഡിൻ്റെ സന്ദേശം? മൂവ് ഇൻ എ ന്യൂ ഡയറക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് താങ്കളുടെ പൂർവികർക്കും അല്ലെങ്കിൽ ഏഞ്ചൽസിനും പറയാനുള്ളത്. ഇപ്പോഴുള്ള ഒരു ദിശ മാറി വേറൊരു ദിശയിലേക്ക് പോകും എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും അറിയാമല്ലോ, പണ്ട് കാലത്തെ ആളുകൾ ഈ പായക്കപ്പലിലാണ് വന്നിരുന്നത്. അപ്പോൾ അവർക്ക് കാറ്റിൻ്റെ ദിശ മാറ്റാൻ പറ്റില്ല. കാറ്റ് എതിരെ വീശുമ്പോൾ അവർ ആ പായ താഴ്ത്തിയിടും, ഏത് കപ്പൽ മൂവ് ചെയ്തിരിക്കാൻ. നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ പായ ഉയർത്തി കിട്ടും. അതേപോലെ നമ്മളിപ്പോൾ ദിശ മാറ്റേണ്ട സമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയൊരു ദിശയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇനി യൂണിക്കോൺസ് എന്ത് മെസ്സേജാണ് തരുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് ചോയ്സസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ദർ ഇസ് എൻ അനദർ വേ, ആസ്ക് യുവർ യൂണിക്കോൺ ടു ഹെൽപ്പ് യു ഫൈൻഡ് ഇറ്റ് എന്നുള്ളതാണ്. അതേ മെസ്സേജ് തന്നെയാണ് വരുന്നത്, വേറെ അർത്ഥത്തിൽ. ചിലപ്പോൾ ഭയങ്കര യാദൃശ്ചികമായിട്ട് തോന്നും. ഇവിടെ പുതിയ ഡയറക്ഷൻ നോക്കാൻ പറഞ്ഞു, ഇവിടെയും പറയുന്നത് വേറൊരു വഴിയുണ്ട്, ആ വഴി കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ താങ്കൾ വൈകാരികമായിട്ട് അല്ലെങ്കിൽ ചിന്താപരമായിട്ട് സ്റ്റക്കായി വേദനിച്ച് നിൽക്കുകയാണെങ്കിൽ താങ്കളോട് പറയുന്നത് വെച്ചാൽ ഒരു വാതിൽ അടയുമ്പോൾ എപ്പോഴും വേറൊരു വാതിൽ ദൈവം തുറന്നിട്ടിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ അത് നമ്മൾ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കാർഡുകളും യൂണിക്കൺസും പറയുന്നത് ഏഞ്ചൽസും പറയുന്നത് അത് തന്നെയാണ്. പുതിയൊരു ദിശയിലേക്ക് നോക്കൂ, താങ്കൾക്കത് കാണാൻ പറ്റും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു.